In the picture here, ABCD is a square. Prove that for any point on the diagonal BD, the sum of the x and y coordinates is 0. ചിത്രത്തിൽ ABCD ഒരു സമചതുരമാണ്. BD എന്ന വികരണത്തിലെ ഏത് ബിന്ദുവിന്റെയും XY സൂചക സംഖ്യകളുടെ തുക 0 ആണെന്ന് തെളിയിക്കുക. അതായത് ഈ BD എന്ന് പറയുന്ന വികരണം ദാ ഇവിടെ ഉണ്ട്, D എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്, B എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ചിത്രത്തിൽ അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ വികരണത്തിലെ ഏതൊരു പോയിന്റിന്റെയും XY സൂചക സംഖ്യ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഈ ബിയുടെയും ഡിയുടെയും ലൈനുകൾ പോയിന്റുകൾ യോജിപ്പിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടാൽ മതി. ആ ഇക്വേഷൻ ആണല്ലോ നമ്മൾ ശരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്, എക്സും വൈ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഈ ബി ഡി എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണണം. ആ ഇക്വേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബിയുടെയും ഡിയുടെയും സൂചക സംഖ്യകള് കിട്ടണം. അപ്പോ ബിയുടെയും ഡിയുടെയും സൂചക സംഖ്യകൾ ഇവിടെ എഴുതുന്നുണ്ട്. എങ്ങനെ കിട്ടിയാൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ ബിയുടെ എക്സ് സൂചക സംഖ്യ നമ്മൾ നേരെ നോക്കുമ്പോ എത്രയാണ് വരിക, 2 ആണ് വരിക. വൈ നമ്മൾ നോക്കുന്നത് എങ്ങനെയാ, നേരെ ഹൊറിസോണ്ടൽ ആയിട്ടാണ്. ഇവിടുത്തെ വൈ തന്നെയാണ് വരിക. അത് എത്രയാ, -2. അപ്പൊ ബിയുടെ വാല്യൂ 2 - 2. അതേപോലെ ഡി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി എത്ര വരിക എന്ന് പറഞ്ഞേ, എത്ര വരിക, -2 വരും. ഓക്കെ, ഗുഡ്. അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ താഴത്തേക്ക് നോക്കുക, എക്സ് താഴത്തേക്കാണല്ലോ നോക്കുക, എത്രയാ, -2. അപ്പൊ ഇവിടെ -2. ഇനി വൈ നേരെ ഇങ്ങനെ വില ഇങ്ങനെ നോക്കുക, എത്രയാ, 2. അപ്പൊ -2 2. ഡിയുടെ വാല്യൂ കിട്ടി -2 2. ബിയുടെ വാല്യൂ 2 - 2. ഇനി ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ ആണ് ആര്, ബി ഡി. അതിന്റെ സമവാക്യം കാണണം അഥവാ ഇക്വേഷൻ കാണണം. രണ്ട് പോയിന്റ് കിട്ടിയ ഇക്വേഷൻ കാണാൻ നമുക്കറിയാം, y - y1 ഡിവൈഡഡ് ബൈ y2 - y1 ഈക്വൽ ടു x - x1 ഡിവൈഡഡ് ബൈ x2 - x1. വിലകൾ കൊടുത്തു. y - y1 നമ്മളിവിടെ ബിയും ഡിയും നമ്മൾ എഴുതി വെച്ചാണ്. ബി ആണ് x1 y1, d ആണ് x2 y2. അപ്പൊ y മൈനസ് ഫസ്റ്റ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്, പിന്നെ y1ന്റെ വാല്യൂ, y1നും ഉണ്ട് ഒരു മൈനസ്, അപ്പൊ y -2. then y2 എന്ന് പറയുന്നത് ഇതാണ് y2, രണ്ടാമത്തേലെ y ആണ്, y2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 മൈനസ് വീണ്ടും മൈനസ് y1 എത്രയാ, -2. then x - x1, x1 എത്രയാ, 2, x1 എത്രയാ, 2. പിന്നെ ഡിവൈഡഡ് ബൈ x2 എത്രയാ, -2 -2. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. അപ്പൊ y + 2, 2 + 2 എത്രയായി, 4 ആയി. x - 2 അതേപോലെ ഇട്ടു, -2 എത്രയാ, -4. രണ്ട് നെഗറ്റീവ് വന്നാൽ സംഖ്യകൾ കൂട്ടിയിട്ട് നെഗറ്റീവ് കൊടുക്കണം. സോ 2 + 2 4, അപ്പൊ -2 -4 എന്ന് വരും. ഇനി ഇതിനെ ക്രോസ് ചെയ്യാം. ഓക്കെ, -4നെ ഇങ്ങോട്ടും കൊണ്ടുവന്നു, +4നെ ഇങ്ങോട്ടും കൊണ്ടുപോയി. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -4 × y -4y, പിന്നെ -4 × 2 -8 ഈക്വൽ ടു 4 × x 4x -4 × 2 -8. ഇനി ഇവിടെ ഈ -4y ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി, അപ്പൊ +4y ആയി. ഈ -8നെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോ +8 ആയി. എങ്ങനെയൊക്കെയാ പറഞ്ഞുതരാം. ഈ -4നെ എക്സിന്റെ അടുത്ത് കൊണ്ടുപോയി, -8നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു. ഇവിടെ ഓൾറെഡി ഒരു -8 ഉണ്ട്, അവിടേക്ക് ഈ -8 വരുമ്പോ എന്താവും, +8 ആവും. ഇവിടെ 4x ഉണ്ട്, അവിടേക്ക് -4y വരുമ്പോ എന്താവും, +4y ആവും. -8 ഇട്ട് പോയാൽ എത്രയാ, 0. അപ്പൊ 0 ഈക്വൽ ടു 4x + 4y വരും. രണ്ടിലും 4 കോമൺ ആണല്ലോ. നിങ്ങൾ തിരിച്ചെഴുതിയത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കണം, അപ്പൊ സൈനിൽ മാറ്റമൊന്നും വരില്ല. 4x + 4y ഈക്വൽ ടു 0 എന്ന് വരും. അതിൽ നിന്ന് 4നെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് x + y ഈക്വൽ ടു 0 എന്ന് കിട്ടും. എങ്ങനെ കിട്ടാം, 4നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്, x ഉണ്ട്. ഇവിടുന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്, y ഉണ്ട്. അപ്പൊ x + y ഈക്വൽ ടു 0 എന്ന് കിട്ടും.
ഇനി 4 ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാ. ഇതിവിടെ ഗുണിക്കാനാണ്, ഇപ്പുറം വരുമ്പോ ഹരിക്കാനാവും. അപ്പൊ x plus y equal to 0/4 എന്ന് കിട്ടും. അതിൽ നിന്ന് x plus y equal to 0 എന്ന് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മളിപ്പോ കണ്ടുപിടിച്ചതാണ് ബി ഡിയുടെ ഇക്വേഷൻ ആണ്. ബി ഡിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി x plus y equal to 0. ഇനി ഇതിൽ ഏതൊരു എക്സ് വൈ എടുത്തു കഴിഞ്ഞാലും നമുക്ക് നോക്കിയേ എക്സും വൈയും കൂട്ടിയാൽ 0 എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ എക്സും വൈയും കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടുമെന്ന് കിട്ടി. അപ്പോ ഒരു ലൈനില് 2 ലെറ്ററുകൾ കൂട്ടിയാൽ എത്ര കിട്ടുക എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ആ ഇക്വേഷൻ വെച്ചാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളോട് ചോദിച്ചത് എക്സും വൈയും കൂട്ടിയാൽ 0 കിട്ടുമെന്ന് പറയാനാണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈ ഈക്വൽ ടു 0. ഞാനിവിടെ ഡിയുടെ പോയിന്റ് വെച്ചിരുന്നു അല്ലെ. ഡിയുടെ പോയിന്റ് നമുക്ക് കിട്ടിയാണ്. ഡി എന്ന് പറയുന്ന ലൈനിലുള്ള പോയിന്റ് ആണല്ലോ. ഡിയുടെ പോയിന്റ് എത്രയാ? -2 കൂട്ടിക്കേ, -2 കൂട്ടിക്കേ 0 ആണ്. ഇനി ബിയും ആ ലൈനിലുള്ള പോയിന്റ് ആണ്. നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. 2 - 2 എത്രയാ? 0 കേട്ടോ. അപ്പൊ ആ ലൈനിലുള്ള ഏത് 2 പോയിന്റ് കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? x plus y equal to 0 കിട്ടും. എന്ത് കണ്ടാ മതി? ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടാ മതി. ഓക്കെ.